മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക് ആയിരുന്നു, അതായത് ട്രിഗ്നോമെട്രിക് ഇക്വേഷൻസ്. എന്തായിരുന്നു ട്രിഗ്നോമെട്രിക് ഇക്വേഷൻസ്? ഇക്വേഷൻ ഇൻവോൾവിംഗ് വൺ ഓർ മോർ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ഓഫ് അൺനോൺ ആംഗിൾ ഈസ് കോൾഡ് ട്രിഗ്നോമെട്രിക് ഇക്വേഷൻസ്. ഇതിൻ്റെ അൺനോൺ ആംഗിളായ എക്സിൻ്റെ വാല്യൂസ് എന്ന് പറയുന്ന പേരാണ് സൊല്യൂഷൻ. ഓക്കെ, ഈ സൊല്യൂഷൻ രണ്ട് ടൈപ്പ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രിൻസിപ്പൽ സൊല്യൂഷൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ തന്നിട്ടുണ്ട്. ഇന്ന് എടുക്കുന്നത് ജനറൽ സൊല്യൂഷൻ ഓഫ് ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ ആണ്. ഓക്കെ, ജനറൽ സൊല്യൂഷൻ. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, സൈൻ എക്സ് സൈൻ 0 0 ആണ്, സൈൻ പൈ 0 ആണ്, സൈൻ 2π 0 ആണ്, സൈൻ -3π 0 ആണ്. അതായത് സൈൻ നെഗറ്റീവ് എക്സ് ഈക്വൽ ടു നെഗറ്റീവ് സൈൻ എക്സ്, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. നിങ്ങൾ പഠിച്ച കാര്യമാണ്. ഇത് ആദ്യം ഒരു രണ്ടാമത്തെ ക്ലാസ്സിലോ മൂന്നാമത്തെ ക്ലാസ്സിലോ എടുത്തതാണ്. സൈൻ 0 0 ആണ്, സൈൻ പൈ 0 ആണ്, സൈൻ 2π 0 ആണ്, സൈൻ -3π 0 ആണ്, സൈൻ 10π 0 ആണ്. അല്ലെങ്കിൽ നമുക്ക് ജനറൽ ആയിട്ട് പറയാം, ഇഫ് സൈൻ എക്സ് ഈക്വൽ ടു 0, സൈൻ എക്സ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു nπ, n ബിലോങ്സ് ടു z. അതായത് ജനറൽ സൊല്യൂഷൻ ഓഫ് sin x equal to 0 is x equal to nπ, x equal to nπ, n belongs to z. ക്ലിയർ ആണല്ലോ? ഇത് മനസ്സിലാകാത്തവരുണ്ടോ? നിങ്ങൾ പഠിച്ചതാണ്. സൈൻ 0 0 ആണ്, സൈൻ പൈ 0 ആണ്, സൈൻ 2π 0 ആണ്, സൈൻ -3π 0 ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇനി നിങ്ങൾക്ക് അടുത്തത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരുന്നു, കോസ് π/2 എന്താണ്? 0 ആണ്. കോസ് 3π/2 0 ആണ്. കോസ് π/2 0 ആണ്. അതേപോലെ കോസ് -π/2 0 ആണ്. കോസ് 5π/2 0 ആണ്. കോസ് 7π/2 0 ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം, ഓഡ് മൾട്ടിപ്പിൾ ഓഫ് π/2 എന്താണ്? 0 ആണ്. ഓഡ് മൾട്ടിപ്പിൾ ഓഫ് π/2 എന്ന് പറഞ്ഞാൽ 2n + 1 × π/2 എടുത്താൽ മതി. അതായത് cos x ഈക്വൽ ടു 0, ജനറൽ സൊല്യൂഷൻ ഓഫ് cos x ഈക്വൽ ടു 0 ഇംപ്ലൈസ് x ഈക്വൽ ടു 2n + 1 × π/2, n ബിലോങ്സ് ടു z. ഓക്കെ, അടുത്തത് എന്താണ്? രണ്ടാമത് പഠിക്കേണ്ടത് എന്താണ്? cos x ഈക്വൽ ടു 0 ഇംപ്ലൈസ് x ഈക്വൽ ടു 2n + 1 × π/2, n ബിലോങ്സ് ടു z. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്തത് നിങ്ങൾക്കറിയാം, ടാൻ 0 0 ആണ്, ടാൻ 0 0 ആണ്, ടാൻ പൈ 0 ആണ്, ടാൻ 2π 0 ആണ്, ടാൻ -6π 0 ആണ്. അതായത് നമുക്ക് പറയാം, ജനറൽ സൊല്യൂഷൻ ഓഫ് ടാൻ എക്സ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു nπ, n ബിലോങ്സ് ടു z. ഓക്കെ, ഞാൻ ഒന്നുകൂടി എഴുതാം. ദി ജനറൽ സൊല്യൂഷൻ ഓഫ്, നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ് എഴുതേണ്ടത്. ഇതിന്റെ പ്രൂഫ് ഞാൻ തന്നിട്ടുണ്ട്, നിങ്ങൾ ഇതാണ് പഠിക്കേണ്ടത്. ദി ജനറൽ സൊല്യൂഷൻ ഓഫ് sin x ഈക്വൽ ടു 0 ഇംപ്ലൈസ് x ഈക്വൽ ടു nπ, n ബിലോങ്സ് ടു z. ഓക്കെ, cos x ഈക്വൽ ടു 0 implies x equal to 2n + 1 × π/2, n belongs to z. Then tan x equal to 0 implies x equal to nπ,
n belongs to z. ഓക്കെ, z എന്ന് പറഞ്ഞാൽ ഇൻഡിജർ. ഓക്കെ, ഈ റിസൾട്ട് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ടതാണ്. ഇനി sec x ഈക്വൽ ടു 0ഉം cosec x ഈക്വൽ ടു 0ഉം ഇത് ജനറൽ സൊല്യൂഷൻ നമുക്ക് ഇല്ല. അതായത് sin x equal to 0 implies x equal to n pi, n belongs to z. Cos x equal to 0 implies x equal to 2n plus 1 into pi by 2. Then tan x equal to 0 implies x equal to n pi. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ജനറൽ ഇത് sin x 0. ഇനി നമുക്ക് sin x equal to √3/2 വന്നു കഴിഞ്ഞാൽ നമുക്ക് ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. cos x equal to -1/2 വന്നു കഴിഞ്ഞാൽ നമുക്ക് ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ഇതൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത റിസൾട്ട് എഴുതുന്നു. ഇത് നിങ്ങൾ ഇത് മയക്കുന്നുണ്ട്, നിങ്ങൾ നോട്ടിൽ എഴുതിയെടുക്കാം. ഓക്കെ, അടുത്തത് പറയുന്നത് ജനറൽ സൊല്യൂഷൻ ഓഫ് sin x equal to sin y, sin x equal to sin y is x equal to n pi plus -1 raised to n y, n belongs to z. എന്താണ് ഞാൻ ലാസ്റ്റ് ഒന്നും കൂടി എഴുതി തരുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ പഠിക്കേണ്ടത് ജനറൽ സൊല്യൂഷൻ ഓഫ് sin x equal to sin y is x equal to n pi plus -1 raised to n y, n belongs to z. ഓക്കെ, ക്ലിയർ ആണല്ലോ. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. sin x ഈക്വൽ ടു sin y ആണെങ്കിൽ sin x മൈനസ് sin y ഈക്വൽ ടു 0 എന്ന് എഴുതാം. നിങ്ങൾ പഠിച്ച sin x മൈനസ് sin y യുടെ റിസൾട്ട് എന്തായിരുന്നു? 2 cos x plus y by 2 sin x minus y by 2 equal to 0. Okay, 2 cos x plus y by 2 sin ഇത് a into b equal to 0 ആണെങ്കിൽ ഒന്നുകിൽ cos of x plus y by 2 0 ആയിരിക്കും. അതേ or sin of x minus y by 2 equal to 0 ആയിരിക്കും. നിങ്ങൾക്കറിയാം cos x equal to 0 ആണെങ്കിൽ x എന്താണ്? cos x equal to 0 ആണെങ്കിൽ x equal to 2n plus 1 into pi by 2. അങ്ങനെയാണെങ്കിൽ cos of x plus y by 2 0 ആണെങ്കിൽ x plus y by 2 equal to എന്താണ്? 2n plus 1 into pi by 2 എന്ന് എഴുതാം. അതേപോലെ x minus y by 2 നെ നമുക്ക് എങ്ങനെ എഴുതാം? n pi എന്ന് എഴുതാം. അതെങ്ങനെയാണ് എഴുതിയത്? sin x equal to 0 implies x equal to n pi. sin x minus y by 2 equal to 0 ആണെങ്കിൽ x minus y by 2 equal to n pi. ഓക്കെ, അങ്ങനെയാണെങ്കിൽ x equal to നമുക്ക് എങ്ങനെ എഴുതാം? x equal to 2n plus 1 pi. ഓക്കെ, x plus y equal to 2n plus 1 into pi by 2 into 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ pi. ഓക്കെ, അതേപോലെ then x equal to എന്താണ്? 2n plus 1 into pi minus y എന്ന് എഴുതാം. അതേപോലെ x minus y equal to 2n pi, then x equal to 2n pi plus y. ഇവിടെ n belongs to z എന്ന് എഴുതണേ. where n belongs to z, n belongs to z. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ x equal to 2n plus 1 pi minus plus minus 1 raised to 2n plus 1 into y, n belongs to z, and x equal to 2n pi plus minus 1 raised to 2n y എന്ന് എഴുതാം, n belongs to z. ഈ രണ്ട് ഇക്വേഷനും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും sin x equal to sin y implies x equal to 2n pi plus minus 1 raised to n y, n belongs to z. ഓക്കെ, നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ്? sin x equal to sin y implies x equal to n pi plus minus 1 raised to n y, n belongs to z. ഇതാണ് ഒന്നാമത്തെ റിസൾട്ട്. നമുക്ക് രണ്ടാമത്തെ നോക്കാം. രണ്ടാമത്തെ ചെയ്യേണ്ടത് cos x equal to cos y implies x equal to 2n pi plus or minus y, n belongs to z. ഇതാണ് രണ്ടാമത്തെ റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. cos x equal to cos y implies x equal to 2n pi
പ്ലസ് ഓർ മൈനസ് വൈ കൊമ എൻ ബിലോങ്സ് ടു സെഡ്. നമുക്ക് ചെയ്തു നോക്കാം. കോസ് എക്സ് ഈക്വൽ ടു കോസ് വൈ ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു, അപ്പൊ കോസ് എക്സ് ഈക്വൽ ടു കോസ് വൈ ആണെങ്കിൽ കോസ് വൈ ഇംപ്ലൈസ് കോസ് എക്സ് മൈനസ് കോസ് വൈ ഈക്വൽ ടു 0 ആണ്. നിങ്ങൾക്കറിയാം കോസ് എക്സ് മൈനസ് കോസ് വൈയുടെ റിസൾട്ട് -2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 സൈൻ എക്സ് മൈനസ് വൈ ബൈ 2 ആണ്. എ ബി ഈക്വൽ ടു 0 ആണെങ്കിൽ സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 2 ഈക്വൽ ടു 0 ആൻഡ് ഓർ സൈൻ ഓഫ് എക്സ് മൈനസ് വൈ ബൈ 2 ഈക്വൽ ടു 0. നിങ്ങൾക്കറിയാം സൈൻ എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എൻ പൈ കൊമ എൻ ബിലോങ്സ് ടു സെഡ് ആണ്. അങ്ങനെയാണെങ്കിൽ സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 2 ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് പ്ലസ് വൈ ബൈ 2 ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ബൈ 2 ഈക്വൽ ടു എൻ പൈ കൊമ എൻ ബിലോങ്സ് ടു സെഡ്. അതേപോലെ എക്സ് മൈനസ് വൈ ബൈ 2 ഈക്വൽ ടു എൻ പൈ കൊമ എൻ ബിലോങ്സ് ടു സെഡ്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് വൈ എന്താണ്? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 2n പൈ. അതേപോലെ എക്സ് മൈനസ് വൈ ഈക്വൽ ടു എന്താണ്? 2n പൈ കൊമ എൻ ബിലോങ്സ് ടു സെഡ്. ഓക്കെ, ദെൻ എക്സ് ഈക്വൽ ടു 2n പൈ മൈനസ് വൈ എന്നും കിട്ടും. അതേപോലെ എക്സ് ഈക്വൽ ടു 2n പൈ പ്ലസ് വൈ എന്നും കിട്ടും കൊമ എൻ ബിലോങ്സ് ടു സെഡ്. ഈ രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എക്സ് ഈക്വൽ ടു 2n പൈ പ്ലസ് ഓർ മൈനസ് വൈ കൊമ എൻ ബിലോങ്സ് ടു സെഡ്. ഓക്കെ, നമ്മൾ രണ്ടാമത്തെ റിസൾട്ട് എന്താണ് പഠിക്കേണ്ടത്? രണ്ടാമത്തെ റിസൾട്ട് cos x equal to cos y implies x equal to 2n pi plus or minus y comma n belongs to z. Okay, clear ആയല്ലോ? അങ്ങനെയാണെങ്കിൽ ഒരു റിസൾട്ട് കൂടി നമുക്ക് നോക്കാം. അടുത്തത് tan x equal to tan y implies x equal to n pi plus y comma n belongs to z. ഇതാണ് മൂന്നാമത്തെ റിസൾട്ട്. tan x equal to tan y implies x equal to n pi plus y comma n belongs to z. നമുക്കൊന്ന് ചെയ്തു നോക്കാം. tan x equal to tan y അങ്ങനെയാണെങ്കിൽ tan x equal to tan y implies tan x minus tan y equal to എന്താണ്? 0 ആണ്. ഓക്കെ, ഇത് ഈ സൈഡിലേക്ക് കൊണ്ടുവന്നു. tan x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sin x ഡിവൈഡഡ് ബൈ cos x ആണ്. മൈനസ് tan y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sin y ഡിവൈഡഡ് ബൈ cos y ഈക്വൽ ടു 0. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ sin x cos y മൈനസ് cos x sin y divided by cos x cos y equal to 0. ഇത് ഈ സൈഡിലേക്ക് പോകുമ്പോൾ 0 ആവും. അതായത് sin x cos y മൈനസ് cos x sin y നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടായിരുന്നോ? sin x cos y മൈനസ് cos x sin y അത് sin of x മൈനസ് y അല്ലേ? അതായത് sin of x മൈനസ് y ഈക്വൽ ടു 0. നിങ്ങൾക്കറിയാം sin x 0 ആണെങ്കിൽ x ഈക്വൽ ടു n പൈ ആണ് കൊമ n ബിലോങ്സ് ടു z. അങ്ങനെയാണ് sin of x മൈനസ് y ഈക്വൽ ടു 0 ആണെങ്കിൽ x മൈനസ് y ഈക്വൽ ടു n പൈ കൊമ n ബിലോങ്സ് ടു z. അങ്ങനെയാണെങ്കിൽ x ഈക്വൽ ടു എന്താണ്? n പൈ പ്ലസ് y കൊമ n ബിലോങ്സ് ടു z. ഇതല്ലേ കിട്ടിയത്? x ഈക്വൽ ടു n പൈ പ്ലസ് y കൊമ n ബിലോങ്സ് ടു z. ഓക്കെ, ഞാൻ ഇത് പ്രൂഫ് നിങ്ങൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ആ 3 ഇക്വേഷൻ ഞാൻ ഇവിടെ എഴുതാം. ആ ഇക്വേഷൻ എന്തായാലും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പഠിക്കേണ്ടതാണ്. ഒന്ന് ജനറൽ സൊല്യൂഷൻ ഓഫ് റിസൾട്ട് ആണ് എഴുതുന്നത്. ജനറൽ സൊല്യൂഷൻ ഓഫ് sin x equal to sin y implies x equal to n pi plus minus 1 raised to n y comma
n belongs to Z. ഓക്കെ, അടുത്തത് cos x equal to general solution of cos x equal to cos y implies x equal to 2n pi plus or minus y, n belongs to Z. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് എന്താണ് എഴുതിയത്? അടുത്തത് എഴുതിയത് tan x equal to tan y implies x equal to n pi plus y, n belongs to Z. ഓക്കെ, ഈ മൂന്ന് റിസൾട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇഫ് sin x equal to general solution of sin x equal to sin y is x equal to n pi plus minus 1 raised to n y, then cos x equal to cos y implies x equal to 2n pi plus or minus y, n belongs to Z, and tan x equal to tan y implies x equal to n pi plus y, n belongs to Z. ഇനി അതേപോലെ അടുത്തതാണ് cosec x equal to cosec y, അതേപോലെ sec x equal to sec y, അതേപോലെ cot x equal to cot y. ഇതൊക്കെ cosec x equal to cosec y equivalent to sin x equal to sin y, but cosec x not equal to 0. അതേപോലെ sec x equal to sec y, അതേ റിസൾട്ട് തന്നെയാണ് cos x equal to cos y യുടെയും, പക്ഷേ sec x നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, അതേപോലെ cot x നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ tan x ഈക്വൽ ടു tan y യുടെ റിസൾട്ട് തന്നെയാണ് cot x ഈക്വൽ ടു cot y യുടെ റിസൾട്ടും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാൻ 6 റിസൾട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. ഈ 6 റിസൾട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജനറൽ സൊല്യൂഷൻ്റെ പ്രോബ്ലംസ് ചെയ്യാം. ഞാൻ ലാസ്റ്റായിട്ട് ഒന്നുകൂടി പറയുന്നു, ആ 6 റിസൾട്ട് എന്തൊക്കെയായിരുന്നു? sin x equal to 0 implies x equal to n pi, n belongs to Z. Then cos x equal to 0 implies x equal to 2n plus 1 into pi by 2, n belongs to Z. Then third result, tan x equal to 0 implies x equal to n pi, n belongs to Z. ഇനി അടുത്ത 3 റിസൾട്ട് എന്തായിരുന്നു? ബോർഡിൻ്റെ മുകളിലുണ്ട്. sin x equal to sin y implies x equal to n pi plus minus 1 raised to n y, n belongs to Z. Then cos x equal to cos y implies x equal to 2n pi plus or minus y, n belongs to Z. Last, tan x equal to tan y implies x equal to n pi plus y, n belongs to Z. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, നിങ്ങൾ പഠിച്ചല്ലോ. ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഫൈൻഡ് ദി ജനറൽ സൊല്യൂഷൻ ഓഫ് ക്വസ്റ്റ്യൻ നമ്പർ 1, sin x ഈക്വൽ ടു √3/2. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി ജനറൽ സൊല്യൂഷൻ ഓഫ് sin x ഈക്വൽ ടു √3/2. നിങ്ങൾക്കറിയാം sin π/3 എന്താണ്? √3/2 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ എഴുതാം. sin x ഈക്വൽ ടു √3/2 implies sin x ഈക്വൽ ടു √3/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sin π/3 ആണ്. ഓക്കെ, ഇംപ്ലൈസ് നിങ്ങൾ പഠിച്ച റിസൾട്ട് ഉണ്ടായിരുന്നു sin x ഈക്വൽ ടു sin y implies x equal to n pi plus minus 1 raised to n y, n belongs to Z. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ sin x equal to sin π/3, എക്സിന് പകരം എക്സ്, വൈക്ക് പകരം π/3 implies x equal to n pi plus minus 1 raised to n y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ? π/3, n belongs to Z. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, cos x equal to 1/√2. cos x equal to 1/√2. then cos x equal to 1/√2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ cos π/4 അല്ലേ? എല്ലാവർക്കും അറിയാമല്ലോ cos π/4 എന്താണ്? 1/√2 ആണ്.
ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് കോസ് എക്സ് ഈക്വൽ ടു കോസ് വൈ ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു 2n പൈ പ്ലസ് ഓർ മൈനസ് വൈ കൊമ n ബിലോങ്സ് ടു സെഡ്. ഓക്കെ ആണല്ലോ. അതായത് കോസ് എക്സ് ഈക്വൽ ടു കോസ് പൈ ബൈ 4 ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു 2n പൈ പ്ലസ് ഓർ മൈനസ് പൈ ബൈ 4 കൊമ n ബിലോങ്സ് ടു സെഡ്. ജനറൽ സൊല്യൂഷൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവുക സോൾവ് എന്നാണ് ഉണ്ടാവുക. സോൾവ് സൈൻ എക്സ് ഈക്വൽ ടു √3/2 എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ജനറൽ സൊല്യൂഷൻ ആണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. 2 ക്വസ്റ്റ്യൻ ചെയ്ത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ tan x ഈക്വൽ ടു √3. tan x ഈക്വൽ ടു √3. നിങ്ങൾക്കറിയാം tan x ഈക്വൽ ടു √3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ tan പൈ ബൈ 3 ആണ്. √3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? tan പൈ ബൈ 3 ആണ്. ഓക്കെ, നിങ്ങൾ പഠിച്ച റിസൾട്ട് ആയിരുന്നു tan x ഈക്വൽ ടു tan y. tan x ഈക്വൽ ടു tan y ഇംപ്ലൈസ് x ഈക്വൽ ടു n പൈ പ്ലസ് y കൊമ n ബിലോങ്സ് ടു സെഡ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ tan x ഈക്വൽ ടു tan y ഇംപ്ലൈസ് x ഈക്വൽ ടു n പൈ പ്ലസ് പൈ ബൈ 3 കൊമ n ബിലോങ്സ് ടു സെഡ്. ക്ലിയർ ആണല്ലോ. ഇനി ഈ 3 ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തു തന്നു. ഇനി നമുക്ക് 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്, ഈ 3 ക്വസ്റ്റ്യൻ ഞാൻ വായിക്കുന്നുണ്ട്. 4ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് സൈൻ എക്സ് ഈക്വൽ ടു -1/2 ആണ്. എങ്ങനെ നമ്മൾ ചെയ്യും? സൈൻ നിങ്ങൾക്കറിയാം സൈൻ പൈ ബൈ 6 1/2 ആണെന്നറിയാം. പക്ഷേ സൈൻ പൈ -1/2 ആണോ? അല്ലല്ലോ. ഓക്കെ, നമുക്ക് നോക്കാം. ASTC ഫസ്റ്റ് വാല്യൂ നമുക്ക് നോക്കാം. ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല. പിന്നെ ഉള്ളത് 3ാമത്തെ ക്വാഡ്രന്റിലാണുള്ളത് നെഗറ്റീവ് വരുന്നത്. അതെന്താണ് ഈ 3ാമത്തെ ക്വാഡ്രന്റിൽ വരുന്നത്? സൈൻ പൈ പ്ലസ് പൈ ബൈ 6 ഈക്വൽ ടു നെഗറ്റീവ് സൈൻ പൈ ബൈ 6 ഈക്വൽ ടു നെഗറ്റീവ് 1/2 ആണ്. അതായത് സൈൻ 6 പൈ പ്ലസ് പൈ 7 പൈ ബൈ 6 എന്താണ്? നെഗറ്റീവ് 1/2 ആണ്. അതായത് സൈൻ എക്സ് ഈക്വൽ ടു നെഗറ്റീവ് 1/2 പകരം എന്ത് കൊടുത്തു? സൈൻ 7 പൈ ബൈ 6 കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം സൈൻ എക്സ് ഈക്വൽ ടു സൈൻ വൈ ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു n പൈ പ്ലസ് -1/n y comma n belongs to z. ഇപ്പോൾ sin x equal to sin 7 pi by 6 implies x equal to n pi plus -1/n 7 pi by 6 comma n belongs to z. Okay ആണല്ലോ. Next question, cos x equal to -√3/2. cos x equal to -√3/2. ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? നമുക്കറിയാം ASTC നെഗറ്റീവ് വരുന്ന ഫസ്റ്റ് ഇവിടെയാണല്ലോ വരുന്നത്. നമുക്കറിയാം കോസ് പൈ മൈനസ് പൈ ബൈ 6 ഈക്വൽ ടു നെഗറ്റീവ് കോസ് പൈ ബൈ 6 ഈക്വൽ ടു -√3/2 ആണല്ലോ. അതായത് കോസ് 6 പൈ മൈനസ് പൈ 5 പൈ ബൈ 6 ഈക്വൽ ടു -√3/2 ആണ്. അതായത് കോസ് എക്സ് ഈക്വൽ ടു -√3/2 then implies cos x equal to cos 5 pi by 6 ആണ്. നിങ്ങൾ പഠിച്ച റിസൾട്ട് ആണ്. cos x equal to cos y implies x equal to 2n pi plus or minus 5 pi by 6 2n pi plus or minus y comma n belongs to z. ക്ലിയർ ആണല്ലോ. ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. നമുക്ക് അടുത്തത് tan x equal to -1. tan x equal to -1. അങ്ങനെയാണെങ്കിൽ
നമുക്ക് നോക്കാം. ASTC ഇവിടെയാണ് ഫസ്റ്റ് നെഗറ്റീവ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ tan പൈ മൈനസ് പൈ ബൈ 4 ഈക്വൽ ടു നെഗറ്റീവ് ടാൻ പൈ ബൈ 4 ഈക്വൽ ടു -1 ആണ്. പൈ മൈനസ് പൈ ബൈ 4 പൈ മൈനസ് പൈ 3 പൈ ബൈ 4 ആണ്. ടാൻ 3 പൈ ബൈ 4 ഈക്വൽ ടു -1 ആണ്. അതായത് tan x ഈക്വൽ ടു -1 ഇംപ്ലൈസ് tan x ഈക്വൽ ടു tan 3 പൈ ബൈ 4 ഇംപ്ലൈസ് tan x ഈക്വൽ ടു tan y ആണെങ്കിൽ എന്താണ്? x ഈക്വൽ ടു n പൈ പ്ലസ് y 3 പൈ ബൈ 4, n ബിലോങ്സ് ടു z. ഓക്കെ, ഇന്ന് ഞാൻ എടുത്തത് ജനറൽ സൊല്യൂഷൻ ഓഫ് ട്രിഗ്നോമെട്രിക് ഇക്വേഷൻസ് ആണ് എടുത്തത്. അതിൽ 6 റിസൾട്ട് ഞാൻ എഴുതി തന്നിട്ടുണ്ട്. അതേപോലെ 6 ക്വസ്റ്റ്യനും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് എടുത്തത് മനസ്സിലായല്ലോ. ഇത് മുഴുവനായിട്ടും നിങ്ങൾ എഴുതിയെടുക്കുക. അതേപോലെ തന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. നിങ്ങൾ ഈ റിസൾട്ടൊക്കെ ഒരു 3-4 പ്രാവശ്യം എഴുതിയിട്ട് നിങ്ങൾ പഠിക്കുക. അങ്ങനെയാണ് നമുക്ക് ഈ ജനറൽ സൊല്യൂഷൻ്റെ ഇനിയും ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു ഓൾ.